മഹേഷ് പണിക്കർ, ചോദ്യം ഇതാണ്. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനാണ്. ഇവിടുന്ന് ഈ ചെമ്പുപാളികൾ സ്വർണ്ണപ്പാളികൾ ഇളക്കുന്നു. മങ്ങിയ സ്വർണ്ണപ്പാളികൾ ഇളക്കിയതിന് ശേഷം അത് ചെന്നൈയിൽ കൊണ്ടുപോകുമ്പോൾ കമ്പനി പറയുന്നു, ഇത് സ്വർണ്ണപ്പാളികളിൽ ഞങ്ങൾക്ക് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ കഴിയില്ല, ശുദ്ധമായ ചെമ്പ് തകിടിൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്നു. മാത്രമല്ല ഇതിൻ്റെ അളവിലും ഒക്കെ വലിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയും അനുവാദമില്ലാതെ അത് ഉരുക്കി അതിനു വേണ്ടുന്ന ചെമ്പാക്കി അത് മാറ്റി ആ ചെമ്പ് തകിട് കമ്പനിയിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. അങ്ങനൊരു സാധ്യത ഉണ്ടോ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഇല്ല. അതിന് ഞാൻ കാരണമായിട്ട് പറയുന്നത്, ഇദ്ദേഹവും ഈ സ്മാർട്ട് ക്രിയേഷനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനു മുമ്പേ ഉണ്ട്. ഇതിനു മുമ്പ് ഒരു വാതിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഈ 2019 മുമ്പ് 2016 മറ്റോ കുറേ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം സ്മാർട്ട് ക്രിയേഷൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ രീതികളൊക്കെ അറിയാം. അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം മുൻപൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും അതിന്റെ നോളജ് ഉള്ളതാണല്ലോ. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് അറിയാത്ത എന്ന് പറയുന്നതിനകത്ത് സാധ്യതയില്ല. ഇത് ഉറപ്പായിട്ടും ഇതേതോ പോറ്റിയുടെ സ്വപ്ന ദർശനത്തിലോ അല്ലെ മറ്റാരെങ്കിലും അസുഖം മാറ്റാനോ അല്ലെ മറ്റെന്തിനോ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം, ഇവർക്ക് മറ്റൊന്നും വേണ്ടായല്ലോ. ഈ ശ്രീകോലിന്റെ ബാക്കി ഭാഗത്തൊക്കെ ചെമ്പുപാളി ഉണ്ടല്ലോ, അതൊന്നും കേടായിട്ടില്ലല്ലോ, അതൊന്നും വേണ്ടായല്ലോ. അവർക്ക് ഈ ധാരപാലകരെ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ധാരപാലക ശില്പം എന്ന് പറയുന്നത് സാധാരണ ഒരു ഭിത്തിയുടെ ഭാഗമോ അമ്പലത്തിന്റെ ഭാഗമോ അല്ല. അതൊരു ദേവത തന്നെയാണ്. അതൊരു പരിവാര ദേവത. ഒരു ക്ഷേത്രത്തിന്റെ സങ്കല്പത്തിനെ സംബന്ധിച്ച് അതിന്റെ പരിവാര ദേവതകളിൽ ഒന്നാണ് ധാരപാലകര്. വിഘ്നഹന്ത്രി, ശത്രുഹന്ത്രി എന്ന് പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന കടുത്ത കറുപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്വാമിമാരാണ് അവര്. സാധാരണ ക്ഷേത്രത്തിന് നിർമാല്യധാരി, ക്ഷേത്രപാലകൻ, ചുറ്റുമുള്ള ഇന്ദ്രാദി പരിവാരങ്ങള്, സപ്തമാതൃക്കള്, വല്യബലിക്കല്ല് തുടങ്ങിയ കുറെ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ ഇതെല്ലാം പൂജയും താന്ത്രികവും മറ്റ് ഹൈന്ദവ വിഗ്രഹാരാധന, ക്ഷേത്രാരാധന എന്ന് പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിഗൗരവമേറിയ കാര്യങ്ങളാണ്. ഈ സംഭവത്തിന് ഒരുപാട്, എനിക്ക് ബ്ലാക്ക് മാജിക് വരെ സംശയമുണ്ട്. ഈ സംഭവങ്ങൾ അടിച്ചുകൊണ്ട് പോയി ഈ ധാരപാലകർ സത്യം പറഞ്ഞാൽ ദേവൻ, നമ്മൾ മാല ഇടുമ്പോൾ, മുദ്ര ഇടുമ്പോൾ മുതൽ ഒരു അയ്യപ്പനെ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലെയും ധാരപാലകര് അതിനകത്തെ ഡയറ്റിയാണ് കാക്കുന്നത്. പക്ഷെ ശബരിമലയിലെ ധാരപാലകരെ സംബന്ധിച്ച് എല്ലാവരും അയ്യപ്പനാണ്. മാല ഇടുന്ന ദിവസം മുതൽ അവർ അയ്യപ്പനാണ്. അപ്പം ആ അയ്യപ്പന്മാരെ എല്ലാം കാക്കുന്നത് ഇവരാണ്. ശബരിമല ശാസ്താവിന്റെ മാത്രം കാവൽക്കാർ അല്ല അവര്. ആ വരുന്ന കോടാനുകോടി ഭക്തജനങ്ങളുടെയും കാവൽക്കാരാണ്. നമ്മുടെ DGPയെ പോലെ അവരുടെ ചീഫ് പ്രൊട്ടക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനും അവരുടെ ഇത് ചെയ്യിക്കാനും ഒക്കെയുള്ള വളരെ നിഗൂഢമായ രീതിയിലുള്ള ചതിയൊക്കെ തന്നെ പറയാൻ പറ്റും. അതിനൊക്കെയാണ് ഈ കൂട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്തെ സ്വർണം ഇദ്ദേഹത്തിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 50 ഗ്രാമോ 100 ഗ്രാമോ അല്ലെ 1/2 കിലോയോ 1 കിലോയോ സ്വർണ്ണമൊന്നും അല്ല ഇവരുടെ വിഷയം. ഇവരുടെ വിഷയം വളരെ വലുതാണ്. അത് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ ഹൈന്ദവ ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ സനാതന ധർമ്മത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലുള്ള വിശ്വകർമ്മരായ ശില്പികളും ഈ പ്രഗത്ഭരായ തന്ത്രിയും സമിതിമാരും ഒക്കെ പിറകിൽ നിന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ തകർക്കാനായിട്ടുള്ള നിഗൂഢമായ തന്ത്രമാണ് ഇത്. ശരിക്കും അപലപിക്കേണ്ടതാണ്. ഈ സാധനം തിരിച്ചെടുക്കേണ്ടതാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തരുടെയും ഒരു ന്യായമായ ആവശ്യമാണ്. ഇങ്ങനത്തെ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല മഹേഷ് പണിക്കർ, ഈ സ്വർണം 40 പവന്റെ സ്വർണം പോയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് ഇത് മാറുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ ഒരു സിനിമാ നടൻ അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു, ജയറാമാണ് അദ്ദേഹം, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു വളരെ ലാഘവത്തോടെ. ഞാൻ അവിടെ ഈ പൂജയ്ക്ക് പോയപ്പോഴത്തേക്ക് എന്നാ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറി ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പോലെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് എന്റെ പൂജാമുറിലോട്ട് വെച്ചിട്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പോലെ അത്ര ലാഘവത്തോടാണ് അത് പറഞ്ഞത്. എന്തുമാത്രം അദ്ദേഹം ഇത്രയും ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയാണ്. 19 വർഷം ശബരിമല വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ശബരിമല എന്ന് പറഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങൾ പോലല്ല, ഒരുപാട് നിഗൂഢമായ ഒരുപാട് ആചാരപരമായ കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് മകരവിളക്ക് നടക്കുന്നത്, അവിടെയാണ് മറ്റേ മണിമണ്ഡപം എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവങ്ങളുള്ളത്. ഒരുപാട് ആചാരപരമായ മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത വിശ്വാസങ്ങൾ ഉള്ളതും ആചാരപരമായിട്ട് അതിന് പ്രധാന ഇതുള്ളതാണ് ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വർഷങ്ങൾ കുറെ വഴക്കും തല്ലും ഒക്കെ കണ്ടതാണ്. അതിനേക്കാൾ പ്രാധാന്യമാണ് അയ്യപ്പനെ കാണാൻ സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അയ്യപ്പനെ എടുത്തോണ്ട് ഇവർ സ്ത്രീകളുടെ അടുത്തോട്ട് പോവാണ്, യുവതികളുടെ അടുത്തോട്ട്. ഒരു വീട്ടിലെ പൂജാമുറിക്കകത്ത് പോവാണ് യുവതികൾ, രജസ്വലയായ സ്ത്രീകളുള്ള യുവതികളുടെ പൂജാമുറിക്കകത്തോട്ട് പേഴ്സണലായിട്ട് അയ്യപ്പന്റെ ഗാർഡ്സിനെ കൊണ്ട് വെച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് തികഞ്ഞ അറ്റതയാണ് നടിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മഹേഷ് പണിക്കർ, ഒരർത്ഥത്തിൽ ഇവിടെ ആചാര ലംഘനം നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ മഹേഷ് പണിക്കർ? വിശ്വാസ ലംഘനം മാത്രമല്ല ആചാര ലംഘനം. തീർച്ചയായിട്ടും യുവതി പ്രവേശനത്തിന് എങ്ങനെയാണോ ഒരു ആചാര ലംഘനമായിട്ട് നമ്മൾ കണ്ടത്, ഇത് യുവതികളുടെ അടുത്തിട്ട് പണ്ടൊരു വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിനിമയ്ക്കകത്ത് ഋഷശൃംഖനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മഴയുടെ ദാരിദ്ര്യം, മഴ പെയ്യും, ഇവിടുത്തെ ഇത് വരൾച്ച മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ തന്നെ ഉണ്ട്. അതുപോലെയാണ് ഇത്. അയ്യപ്പനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ തടസ്സങ്ങളുണ്ട്, നേരെ അയ്യപ്പനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാണ് യുവതികളുടെ അടുത്തേക്ക്, ഓരോരുത്തരുടെ പേഴ്സണൽ പൂജാമുറിക്കകത്ത്.
ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് മഹേഷ് പണിക്കർ അങ്ങ് ചോദിച്ചത്. ബൈജു, താങ്കളും ഉന്നയിച്ചത്. Debate with Dr. Arun Kumar.